ഡീമൺ സ്ലെയർ സീരീസിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയ ഡീമൺ സ്ലെയറാണ് യൊറീച്ചി. സെൻഗോക്കു പീരീഡിൽ ജനിച്ച രണ്ട് ഇരട്ട സഹോദരന്മാരാണ് യൊറീച്ചിയും മിച്ചിക്കാട്സുവും. മിച്ചിക്കാട്സു പിന്നീട് കൊക്കുഷുബു എന്ന പേരിലായിരിക്കും അറിയപ്പെടുന്നത്. ഇരട്ടകൾ നല്ല ശകുനമല്ല എന്നതുകൊണ്ടും ജനിച്ചപ്പോൾ തന്നെ യൊറീച്ചിയുടെ മുഖത്ത് വികൃതമായൊരു ബർത്ത് മാർക്ക് ഉള്ളതുകൊണ്ടും യൊറീച്ചിയുടെ അച്ഛൻ അവനെ കൊല്ലാൻ തീരുമാനിച്ചു. പക്ഷേ അവൻ്റെ അമ്മയുടെ ശക്തമായ എതിർപ്പ് കാരണം അത് വേണ്ടെന്ന് വച്ചു. എന്നിരുന്നാലും യൊറീച്ചിക്ക് കുടുംബത്തിലോ അതിൻ്റെ സ്വത്തുക്കളിലോ യാതൊരു അവകാശവും ഉണ്ടാവില്ല. അതുപോലെ തന്നെ 10 വയസ്സ് തികയുമ്പോൾ സന്യാസിയാവാൻ അമ്പലത്തിലേക്ക് അയക്കും എന്നും തീരുമാനിച്ചു. വികൃതമെന്ന് എല്ലാവരും കരുതിയ ബർത്ത് മാർക്ക് സത്യത്തിൽ ഡീമൺ സ്ലേയേഴ്സിന് വരാറുള്ള മാർക്കായിരുന്നു. അതുകൊണ്ട് തന്നെ യൊറീച്ചിക്ക് ജന്മന പല കഴിവുകളും ഉണ്ടായിരുന്നു. മറ്റുള്ളവരുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് കാണാൻ കഴിയുന്ന ട്രാൻസ്പെറൻറ്റ് വേൾഡ് എന്ന പവറും അവനുണ്ടായിരുന്നു. വീട്ടിനുള്ളിൽ യൊറീച്ചിയുടെയും മിച്ചിക്കാട്സുവിൻ്റെയും ജീവിതം വ്യത്യസ്തമായിരുന്നു. മിച്ചിക്കാട്സുവിന് കിട്ടിയിരുന്ന പോലുള്ള നല്ല വസ്ത്രങ്ങളോ ഭക്ഷണമോ ഒന്നും യൊറീച്ചിക്ക് കിട്ടിയിട്ടില്ല. പോരാത്തതിന് അവൻ്റെ മുറി വളരെ ഇടുങ്ങിയതുമായിരുന്നു. യൊറീച്ചിയും മിച്ചിക്കാട്സും തമ്മിലുള്ള സമ്പർക്കം അവരുടെ അച്ഛൻ അനുവദിച്ചിരുന്നില്ല. എങ്കിലും മിച്ചിക്കാട്സ് യൊറീച്ചിയെ കാണാൻ ആരും അറിയാതെ പോകുമായിരുന്നു. മിച്ചിക്കാട്സ് സ്വന്തമായി ഉണ്ടാക്കിയ ഓടക്കുഴൽ യൊറീച്ചിക്ക് കൊടുത്തു. അതവൻ ജീവിതകാലം മുഴുവൻ നിധി പോലെ സൂക്ഷിക്കുകയും ചെയ്തു. യൊറീച്ചി ഒരു രീതിയിലുമുള്ള വികാരങ്ങളും പുറത്തു കാണിച്ചിരുന്നില്ല. അതുമാത്രമല്ല, ആരോടും ഒന്നും സംസാരിച്ചിട്ടുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും അവനൊരു ഊമയാണെന്നാണ് കരുതിയത്. അവന് സംസാരശേഷി കിട്ടണമെന്ന പ്രതീക്ഷയിൽ അവൻ്റെ അമ്മ അവനെ ഹാനഫൂഡ ഇയറിംഗ്സ് ധരിപ്പിച്ചു. അതവന് നല്ല ഭാഗ്യം കൊണ്ടുവരുമെന്നവർ വിശ്വസിച്ചു. യൊറീച്ചി എപ്പോഴും അവൻ്റെ അമ്മ നടക്കുമ്പോൾ അവരുടെ ഒരു വശം കെട്ടിപ്പിടിച്ച് കൂടെ നടക്കുമായിരുന്നു. ഇത് മിച്ചിക്കാട്സുവിന് ഒട്ടും ഇഷ്ടമായിരുന്നില്ല. ഇവർക്ക് 7 വയസ്സുള്ളപ്പോഴാണ് യൊറീച്ചി ആദ്യമായി സംസാരിക്കുന്നത്. അതും മിച്ചിക്കാട്സുവിനോട്. ലോകത്തിലെ ഏറ്റവും ശക്തനായ സമുറായി ആവണമെന്നായിരുന്നു മിച്ചിക്കാട്സുവിൻ്റെ ആഗ്രഹം. യൊറീച്ചിക്കും ഭാവിയിൽ ഒരു സമുറായി ആവാൻ ആഗ്രഹമുണ്ടെന്ന് അവൻ തൻ്റെ സഹോദരനോട് പറഞ്ഞു. മിച്ചിക്കാട്സുവിനെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആൾ യൊറീച്ചിക്ക് തടി കൊണ്ടുള്ള ഒരു വാൾ കൊടുത്ത് അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് പഠിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ കൺചിമ്മുന്ന വേഗത്തിൽ വെറും 7 വയസ്സ് മാത്രമുള്ള യൊറീച്ചി അയാളെ അടിച്ച് നിലത്തിട്ടു. മിച്ചിക്കാട്സുവിന് ഇത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ആദ്യമായി വാൾ കൈകൊണ്ടെടുത്ത സമയത്ത് വർഷങ്ങളായി ട്രെയിനിങ് ചെയ്യുന്ന ഒരാളെക്കാളും കഴിവായിരുന്നു യൊറീച്ചിയുടേത്. പക്ഷേ അടികൊണ്ട ആളുടെ പരിക്കുകൾ കണ്ട ശേഷം യൊറീച്ചി സമുറായി ആവാനുള്ള ആഗ്രഹം ഉപേക്ഷിച്ചു. യൊറീച്ചിക്ക് എങ്ങനെയാണ് ഇതൊക്കെ സാധിക്കുന്നതെന്ന് മിച്ചിക്കാട്സു പലവട്ടം ചോദിച്ചു. മറ്റുള്ളവരുടെ ഉള്ളു കാണാൻ കഴിയുന്നതുകൊണ്ട് തന്നെ അവരുടെ ഓരോ ചലനങ്ങളും മനസ്സിലാക്കുന്നത് അവന് വളരെ എളുപ്പമായിരുന്നു. അവരുടെ അമ്മ മരിച്ച ദിവസം യൊറീച്ചി മിച്ചിക്കാട്സുവിനോട് യാത്ര പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങി. പോകുന്നതിനു മുമ്പ് മിച്ചിക്കാട്സു കൊടുത്ത ഓടക്കുഴൽ എന്നും സൂക്ഷിച്ചു വയ്ക്കുമെന്നും അവൻ ചെയ്തിട്ടുള്ള എല്ലാത്തിനും അവനോട് നന്ദിയും പറഞ്ഞു. പിന്നീടാണ് മിച്ചിക്കാട്സു അറിയുന്നത് അവരുടെ അമ്മയുടെ അസുഖം കാരണം അവർക്ക് നടക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് യൊറീച്ചി എപ്പോഴും കൂടെ നടന്നിരുന്നത്. അതുമാത്രമല്ല, യൊറീച്ചിയുടെ കഴിവുകൾ മനസ്സിലാക്കിയതുകൊണ്ട് അവനെ കുടുംബത്തിൻ്റെ അവകാശം ഏൽപ്പിക്കാനും മിച്ചിക്കാട്സുവിനെ അമ്പലത്തിലേക്ക് അയക്കാനും അവരുടെ അച്ഛൻ തീരുമാനിച്ചിരുന്നു. അത് ഒഴിവാക്കാനാണ് യൊറീച്ചി വീട് വിട്ടുപോയത്. പക്ഷേ ഇതറിഞ്ഞപ്പോൾ മിച്ചിക്കാട്സുവിന് യൊറീച്ചിയോട് ദേഷ്യവും എല്ലാ കാര്യത്തിലും അവൻ തന്നേക്കാൾ മുന്നിലാണെന്നോർത്ത് അസൂയയുമാണ് തോന്നിയത്. യൊറീച്ചി ഒരു രാത്രിയും പകലും നിർത്താതെ സഞ്ചരിച്ച് ഒരു ഗ്രാമത്തിലെത്തി. അവിടെ എത്തിയപ്പോൾ അവൻ്റെ അതേ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടിയെ കണ്ടു. അവളുടെ ഫാമിലി മുഴുവൻ നേരത്തെ മരിച്ചിരുന്നു. 2 പേർക്കും പോകാൻ മറ്റൊരിടമില്ലാത്തതുകൊണ്ട് തന്നെ അവർ ഒരുമിച്ച് താമസിക്കാൻ തീരുമാനിച്ചു. 10 വർഷങ്ങൾക്ക് ശേഷം അവർ കല്യാണം കഴിക്കുകയും അവൾ ഗർഭിണിയാവുകയും ചെയ്തു. പ്രസവം അടുത്തപ്പോൾ യൊറീച്ചി ഒരു വയറ്റാട്ടിയെ കൊണ്ടുവരാനായി പോയി. പക്ഷേ വഴിയിൽ വച്ച് ഒരു വൃദ്ധനെ സഹായിക്കേണ്ടി വന്നത് കാരണം യാത്ര ഉപേക്ഷിക്കേണ്ടി വന്നു. എങ്കിലും തിരിച്ചെത്താമെന്ന് കരുതിയ സമയം താമസിച്ചു. സന്ധ്യയ്ക്ക് മുമ്പ് തിരിച്ചെത്തണമെന്ന് കരുതിയെങ്കിലും എത്തിയപ്പോൾ രാത്രിയായി. വീടെത്തിയപ്പോൾ യൊറീച്ചിക്ക് കാണാൻ കഴിഞ്ഞത് ഏതോ ഒരു ഡീമനാൽ കൊല്ലപ്പെട്ട തൻ്റെ ഭാര്യയുടെ ശവശരീരമാണ്. അവന് സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. യൊറീച്ചി അവൻ്റെ ഭാര്യയുടെ ജീവനറ്റ ശരീരവും കെട്ടിപ്പിടിച്ച് 10 ദിവസം ഇരുന്നു. അവസാനം അവിടെ എത്തിയ ഒരു ഡീമൺ സ്ലെയർ പറഞ്ഞതിന് ശേഷമാണ് അവരുടെ ശരീരം സംസ്കരിച്ചത്. അതിനുശേഷമാണ് യൊറീച്ചി ഡീമൺ സ്ലെയറായി മാറുന്നത്. പിന്നീട് യൊറീച്ചി മിച്ചിക്കാട്സുവുമായി വീണ്ടും ഒന്നിക്കുകയും അവനും ഡീമൺ സ്ലെയേഴ്സിൻ്റെ ഭാഗമാവുകയും ചെയ്തു. ഡീമൺ സ്ലെയർ മാർക്കും ജന്മന കിട്ടിയ കഴിവുകളും കാരണം യൊറീച്ചി ഡീമൺ സ്ലെയേഴ്സിലെ മുൻപന്തിയിലെത്തി. അങ്ങനെ ആദ്യത്തെ ബ്രീത്തിങ് ടെക്നിക്കായ സൺ ബ്രീത്തിങ് അവൻ കണ്ടുപിടിച്ചു. പക്ഷേ അത് മറ്റുള്ളവർക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഓരോരുത്തർക്കും അവരുടെ കഴിവിനനുസരിച്ചുള്ള ബ്രീത്തിങ് ടെക്നിക്സ് പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെയിരിക്കെയാണ് യൊറീച്ചി മുസാനുമായി ഏറ്റുമുട്ടുന്നത്. മറ്റുള്ള ഡീമൺ സ്ലേയേഴ്സിനെ പോലെയാണെന്ന് കരുതി യൊറീച്ചിയെ മുസാൻ പരിഹസിക്കുകയാണ് ചെയ്തത്. മുസാന്റെ ഉള്ളിലുള്ള രക്തദാഹം മനസ്സിലാക്കിയ യൊറീച്ചി അവനെ കൊല്ലാൻ വേണ്ടിയാണ് തനിക്ക് കഴിവുകൾ കിട്ടിയതെന്ന് മനസ്സിലാക്കി. മുസാൻ അതിവേഗത്തിൽ യൊറീച്ചിയെ അറ്റാക്ക് ചെയ്തെങ്കിലും യൊറീച്ചി അനായാസം അതിൽ നിന്നും ഒഴിഞ്ഞു മാറി അവൻ്റെ എല്ലാ ഫോംസും ഒരുമിച്ചുപയോഗിച്ച് ഒരേ ഒരു അറ്റാക്കിൽ മുസാനെ വെട്ടിവീഴ്ത്തി. ഡീമൺസിൻ്റെ രാജാവായ മുസാൻ ജീവിതത്തിൽ ആദ്യമായി ഭയം എന്തെന്നറിയുകയായിരുന്നു. യൊറീച്ചി വെട്ടിയ ഭാഗങ്ങളിലെ മുറിവുകൾ ഉണങ്ങുന്നുണ്ടായിരുന്നില്ല. തൻ്റെ കഴുത്ത് മുറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി അത് കൈകൾ കൊണ്ട് പിടിച്ചു വയ്ക്കുകയാണ് മുസാൻ ചെയ്തത്. ഇത് കണ്ടുകൊണ്ടിരുന്ന മുസാന്റെ കൂടെയുണ്ടായിരുന്ന ഡീമൻ ടമായോ സന്തോഷിക്കുകയായിരുന്നു. ഇനിയൊരു അറ്റാക്ക് ഉണ്ടായാൽ മരിക്കുമെന്ന് ഉറപ്പായതുകൊണ്ട് മുസാൻ തൻ്റെ ശരീരത്തെ പല ഭാഗങ്ങളായി ഭേദിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചു. 1800 ഭാഗങ്ങളിൽ 1500 ഭാഗങ്ങൾ യൊറീച്ചി വെട്ടിയിട്ടെങ്കിലും മുസാൻ രക്ഷപ്പെട്ടു. പക്ഷെ പിന്നെ ഒരിക്കലും മുസാൻ ഡീമൺ സ്ലേയേഴ്സിനെ നേരിടാൻ ധൈര്യപ്പെട്ടിട്ടില്ല.
മുസാനുമായുള്ള ഫൈറ്റിന് ശേഷമാണ് മിച്ചിക്കാഴ്സു ഡീമൺ സ്ലേയേഴ്സിനെ ഉപേക്ഷിച്ച് ഡീമൻ ആയെന്ന വാർത്ത യൊരീച്ചി അറിയുന്നത്. മുസാനെ കൊല്ലാൻ കഴിയാത്തതിലും മുസാന്റെ കൂടെയുണ്ടായിരുന്ന ഡീമനെ വെറുതെ വിട്ടതിലും സ്വന്തം സഹോദരൻ ഡീമനായി മാറിയതിലും കൂടെയുള്ളവർ യൊരീച്ചിയെ തള്ളിപ്പറഞ്ഞു. അവസാനം യൊരീച്ചി ഡീമൺ സ്ലേയേഴ്സിൽ നിന്നും പുറത്താക്കപ്പെട്ടു. ഡീമൺ സ്ലേയേഴ്സിൽ നിന്നും പുറത്തായ ശേഷം യൊരീച്ചി അവന്റെ സുഹൃത്തുക്കളായ സുമിയോഷി കമാഡോയെയും അവന്റെ ഭാര്യ സുയാക്കോയെയും കാണാൻ പോയി. അവന്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും സുമിയോഷിയോട് യൊരീച്ചി പറഞ്ഞു. മുസാനെ കൊല്ലാൻ കഴിയാത്തതിൽ അവന് ഒരുപാട് കുറ്റബോധമുണ്ടായിരുന്നു. ആ സമയത്ത് സുമിയോഷിയുടെ മകൾ യൊരീച്ചിയുടെ അടുത്തേക്ക് വന്നു. സുമിയോഷിയുടെ ആവശ്യപ്രകാരം യൊരീച്ചി അവന്റെ കുഞ്ഞിനെ എടുത്ത് പൊക്കിയതും അവളുടെ സന്തോഷം കണ്ടപ്പോൾ യൊരീച്ചിക്ക് തന്റെ ജനിക്കാതെ പോയ കുട്ടിയെക്കുറിച്ചുള്ള ഓർമ്മകൾ വരികയും പൊട്ടിക്കരയുകയും ചെയ്തു. പിന്നീട് അവരുടെ ആവശ്യപ്രകാരം യൊരീച്ചി അവരുടെ മുന്നിൽ സൺ ബ്രീത്തിങ്ങിലെ ഓരോ ഫോംസും ചെയ്ത് കാണിച്ചു. അവസാനം എന്നേക്കുമായി യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ യൊരീച്ചി തന്റെ കമ്മലുകൾ സുമിയോഷിയെ ഏൽപ്പിച്ചു. പോകാൻ നേരം യൊരീച്ചി കാണിച്ചു കൊടുത്ത സൺ ബ്രീത്തിങ് ടെക്നിക്സ് തന്റെ വരും തലമുറയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കുമെന്ന് സുമിയോഷി വാക്കുകൊടുത്തു. ഇത് പിന്നീട് ഹിനോഗാമി കാഗുര എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. ഡീമൺ സ്ലേയർ മാർക്ക് വന്നവർ 25 വയസ്സ് വരെ മാത്രമേ ജീവിച്ചിരിക്കാറുള്ളൂ. എങ്കിലും യൊരീച്ചി 80 വയസ്സിന് ശേഷവും ജീവിച്ചു. അവസാനം ഒരു രാത്രിയിൽ യൊരീച്ചി തന്റെ സഹോദരൻ മിച്ചിക്കാഴ്സുവിനെ വീണ്ടും കണ്ടുമുട്ടി. മിച്ചിക്കാഴ്സുവിന്റെ ഇപ്പോഴത്തെ പേര് കോക്കുഷിബോ എന്നായിരുന്നു. തന്റെ സഹോദരനെ ഓർത്ത് യൊരീച്ചിക്ക് വിഷമമുണ്ടായിരുന്നെങ്കിലും ഡീമൻ ആയതുകൊണ്ട് അവനെ നേരിടാൻ തന്നെ യൊരീച്ചി തീരുമാനിച്ചു. കൊക്കുഷിബോയ്ക്കൊന്ന് അനങ്ങാൻ പോലും സമയം കൊടുക്കാതെ യൊരീച്ചി അവന്റെ കഴുത്തിൽ വെട്ടി. വയസ്സായിട്ടും യൊരീച്ചിയുടെ കഴിവുകളൊന്നും മാഞ്ഞു പോകാത്തതിൽ അതിശയവും ഒരു ഡീമനായിട്ട് പോലും തന്റെ സഹോദരന്റെ കഴിവുകളെ വെല്ലാൻ കഴിയാത്തതിൽ ദേഷ്യവും അവന് തോന്നി. രണ്ടാമതൊന്നുകൂടി വെട്ടിയാൽ മരിക്കുമെന്ന് ഉറപ്പിച്ചു നിന്നപ്പോൾ യൊരീച്ചി അനങ്ങുന്നുണ്ടായിരുന്നില്ല. ആർക്കും ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ കഴിയാത്ത യൊരീച്ചി വാർദ്ധക്യത്താൽ മരിച്ചു. യൊരീച്ചിയെ സ്വന്തമായി തോൽപ്പിക്കാൻ കഴിയാത്ത ദേഷ്യത്തിൽ മരിച്ചതിന് ശേഷവും അവനെ കൊക്കുഷിബോ വെട്ടി വീഴ്ത്തിയപ്പോൾ യൊരീച്ചി തന്റെ ഒപ്പം സൂക്ഷിച്ചിരുന്ന മിച്ചിക്കാഴ്സു സമ്മാനമായി കൊടുത്ത ഓടക്കുഴലും വെട്ടുകൊണ്ട് മുറിഞ്ഞു. അത് കണ്ടതും അവന്റെ കണ്ണുകൾ നിറഞ്ഞു. എത്രയൊക്കെ വെറുത്തിരുന്നെങ്കിലും യൊരീച്ചി തന്റെ സഹോദരനാണെന്ന കാര്യം കൊക്കുഷിബോ മറന്നിരുന്നില്ല. ആ മുറിഞ്ഞുപോയ ഓടക്കുഴൽ മരിക്കുന്നതുവരെയും അവൻ തന്റെ പക്കൽ സൂക്ഷിച്ചു വച്ചിരുന്നു. യൊരീച്ചിയുടെ ജീവൻ അവസാനിച്ചെങ്കിലും അവന്റെ കഴിവുകൾ ഒരുപാട് ഡീമൺ സ്ലേയേഴ്സിന് പ്രചോദനമായിട്ടുണ്ട്. മരിച്ച് നൂറ്റാണ്ടുകൾക്ക് ശേഷവും ഒരാളെക്കുറിച്ചോർത്ത് ഡീമൺസ് പേടിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് അയാളുടെ കഴിവിന്റെ ആധാരം.